വെൽക്കം ടു ടാലി ക്ലാസ്. അങ്ങനെ നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക്ക് കമ്പനി ക്രിയേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ. അതായത് നിങ്ങളുടെ കമ്പനിയുടെ ട്രാൻസാക്ഷൻ ടാലി സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമ്പനി ഫയൽ ആദ്യം ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് കമ്പനി ക്രിയേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ. അതിൽ വരുന്ന ടോപ്പിക്ക് ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ കമ്പനി. ഒരു പുതിയ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സെലക്ട് കമ്പനി, ക്രിയേറ്റ് ചെയ്ത കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാം, സെലക്ട് മൾട്ടിപ്പിൾ കമ്പനി, ഒന്നിൽ കൂടുതൽ കമ്പനികൾ എങ്ങനെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം, അതുപോലെ ക്ലോസ് കമ്പനി ടാലി സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാതെ എങ്ങനെയാണ് കമ്പനി ക്ലോസ് ചെയ്യുന്നത്, അതുപോലെ ഓൾട്ടർ കമ്പനി ഡീറ്റെയിൽസ്, നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതുപോലെ ഡിലീറ്റ് കമ്പനി ഡാറ്റ, പിന്നെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ, കമ്പനി ഫയൽ എങ്ങനെ എക്സ്റ്റേണൽ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ കമ്പനി ഇൻ ടാലി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്ന്. അതിനുവേണ്ടി ഞാൻ 3 കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. മെഷേഴ്സ് അക്കൗണ്ട്സ് ക്യാമ്പസ്, അതൊരു ട്രേഡിംഗ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഗുഡ്വിൽ ഗ്രൂപ്പ്, അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് എക്സ്പ്രസ്, അതൊരു സർവീസ് കമ്പനി, ഒരു കൊറിയർ കമ്പനിയാണ്. ഈ 3 കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുണ്ട്. അതിൽ ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ 3 കമ്പനിയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ താഴെ കാണുന്നത് ഇതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കമ്പനികളാണ്. നമുക്ക് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ ക്രിയേറ്റ് കമ്പനിയിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾട്ട് സി, ക്രിയേഷൻ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരം സി, ഓൾട്ട് സി അടിക്കുക. അപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേഷൻ സ്ക്രീനിലേക്ക് വന്നു. ഇതിൽ മുകളിൽ ആദ്യം കമ്പനി ഡാറ്റ പാത്ത് എന്ന് കാണാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി കമ്പ്യൂട്ടറിൽ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ, സേവ് ചെയ്യുന്ന ലൊക്കേഷനാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിവിടെ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഡിഫാൾട്ട് ലൊക്കേഷൻ തന്നെയാണ് ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കമ്പനി, നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കമ്പനി അക്കൗണ്ട്സ് ക്യാമ്പസിൻ്റെ പേരിൽ തന്നെയാണ്. ഓർഗനൈസേഷൻ, സ്ഥാപനത്തിൻ്റെ പേര് മെഷേഴ്സ് അക്കൗണ്ട്സ് ക്യാമ്പസ്. അഡ്രസ് 2nd ഫ്ലോർ, ബ്രദേഴ്സ് ആർക്കേഡ്, ഓപ്പോസിറ്റ് ഇമേജ് മൊബൈൽസ്, കോട്ടപ്പടി, മലപ്പുറം. പിൻകോഡ് തന്നിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ ടെലിഫോൺ നമ്പർ, ലാൻഡ് ഫോൺ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പർ ഞാനിതിൽ എൻ്റർ ചെയ്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അടുത്തത് ഫൈനാൻഷ്യൽ ഇയർ, ഏത് സാമ്പത്തിക വർഷത്തിലെ അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്, ഈ കറണ്ട് ഇയർ 2024-25. ബുക്സ് ബിഗിനിങ്, കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നത്തെ ഡേറ്റ് 6th ജൂലൈ 2024. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, നമ്മുടെ കമ്പനി എന്ത് ടൈപ്പ് കമ്പനിയാണെന്ന്. ട്രേഡിംഗ് കമ്പനിയാണ്, അറിയാലോ, ട്രേഡിംഗ്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ്. സ്ഥാപനത്തിൻ്റെ ഇമെയിൽ ID, വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ഈ കമ്പനി ഫയൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേഷൻ സ്ക്രീനിലാണ് നിൽക്കുന്നത്. ആദ്യം നമ്മുടെ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യുക. അക്കൗണ്ട്സ് ക്യാമ്പസ്. മെയിൽ നെയിം പറഞ്ഞാൽ പോസ്റ്റൽ നെയിം ചേഞ്ച് ചെയ്യേണ്ട. സാധാരണ കമ്പനി നെയിം, രജിസ്റ്റേർഡ് നെയിം തന്നെ മെയിലിംഗ് നെയിം വരാനും ചാൻസ് ഉണ്ട്. അഡ്രസ് 2nd ഫ്ലോർ, ബ്രദേഴ്സ് ആർക്കേഡ്, എൻ്റർ അടിക്കുക. ഓപ്പോസിറ്റ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ, എൻ്റർ അടിക്കുക. കോട്ടപ്പടി എൻ്റർ അടിക്കുക.
മലപ്പുറം. പിൻകോഡ് അവിടെ കൊടുക്കേണ്ട സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റിൽ നമ്മൾ കേരള, കെ എന്ന് ടൈപ്പ് ചെയ്യുന്നു, താഴേക്ക് ആരോ മാർക്ക് അടിക്കുന്നു, സെർച്ച് ചെയ്യുന്നു കേരള. കൺട്രി ഓട്ടോമാറ്റിക്കായിട്ട് പിൻകോഡ് ഇവിടെ കൊടുക്കാം 676519 പിൻകോഡ്. ടെലിഫോൺ 0483273449. മൊബൈൽ നമ്പർ എൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് 9744380143 കൊടുത്തു. ഫാക്സ് ഇല്ല. ഇമെയിൽ കൊടുക്കാം. സ്മോൾ ക്യാപ്സ് ലോക്ക് ഓഫാക്കി accampsmpm@gmail.com. വെബ്സൈറ്റ് www.accountscampus.com. നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇവിടെ ബേസ് കറൻസി സിമ്പിൾസ്, നമ്മുടെ കറൻസി നമ്മൾ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കറൻസിയുടെ സിമ്പിളും അതിൻ്റെ ഫോർമൽ നെയിമും INR ഇന്ത്യൻ റുപ്പീസും വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി കറൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് F12 കീബോർഡിൽ F12 എന്ന ബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് കറൻസിയുടെ മറ്റ് അഡീഷണൽ ഡീറ്റെയിൽസ് ഇവിടെ ആയി കൊടുക്കാം. താഴെ പ്രൊവൈഡ് അഡീഷണൽ ബേസ് കറൻസി ഡീറ്റെയിൽസ് ആക്കി കൊടുത്താൽ കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെസിമൽ പ്ലേസ് എത്ര, ഡെസിമൽ പ്ലേസ് ഇപ്പോൾ 100 രൂപ 50 പൈസ ആണെങ്കിൽ 100.50 അല്ലേ. അപ്പോൾ ഡെസിമൽ പ്ലേസ് 50 പൈസ, ഡെസിമലിന് ശേഷം പോയിന്റിന് ശേഷം 2 സ്ഥാനം, അതാണ് ഈ ഡെസിമൽ എന്നൊക്കെ പറയുന്നത്. ആ 2 പോയിന്റിന് ശേഷമുള്ള നമ്മൾ ആ ഡെസിമൽ പ്ലേസിന് എന്താ പറയുക, പൈസ കേട്ടോ. അത് നമ്മൾ കൺട്രി മാറ്റുന്നതനുസരിച്ച് ഇവിടെ മാറും. അപ്പോൾ അത് UAE സ്റ്റേറ്റ് മാറ്റുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കാം. UAE എടുത്തു കണ്ടോ, കറൻസി ഡീറ്റെയിൽസ് മാറുന്ന കണ്ടോ. UAEയിലെ സ്റ്റേറ്റ് അബുദാബി എടുത്തു കണ്ടോ, കറൻസി ഡീറ്റെയിൽസ് മാറി. കറൻസിയുടെ പേര് UAE ദിർഹം, അതിൻ്റെ ISO കറൻസി കോഡ് വന്നിട്ടുണ്ടാവും. ഫിൽസ്, പൈസ അല്ല ഫിൽസ്. ഓക്കെ അല്ലേ. അത് കൺട്രി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അത് മാറിക്കോളും. അതിൽ നിങ്ങളൊരു മാറ്റവും വരുത്താൻ പാടില്ല കറൻസി ഡീറ്റെയിൽസിൽ. അത് ആ കൺട്രി സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന. അപ്പോൾ ഞാൻ ചേഞ്ച് കൺട്രി കൊടുത്തു, ഇവിടെ ഇന്ത്യ കൊടുത്തു, അതിൽ നമുക്ക് വേണ്ടത് കേരള. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് എൻ്റർ അടിച്ച് വന്നാൽ പിന്നെ നമ്മുടെ വെബ്സൈറ്റ് അവിടുന്ന് എറൈസ് ആയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ചോദിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ആൻഡ് ബുക്സ് ബിഗിനിങ് ഫ്രം. ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഡാറ്റ എൻട്രി ആണ്. ഇനി ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യം ഇത് മാത്രമാണ്, ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രമും ബുക്സ് ബിഗിനിങ് ഫ്രമും. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫൈനാൻഷ്യൽ ഇയർ ഫ്രമും ആൻഡ് ബുക്സ് ബിഗിനിങ് ഫ്രമും. എക്സാമ്പിൾ, ഒരാൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് 10 വർഷമായി ഇന്നേക്ക്. അപ്പോൾ അയാളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അറിയണം. അപ്പോൾ നമുക്ക് ഈ 10 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. നമ്മുടെ കമ്പനിയുടെ 10 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അയാൾക്ക് ഓരോ വർഷത്തെ പ്രോഫിറ്റ്, കമ്പനി തുടങ്ങിയിട്ട് ഇന്നേക്ക് 10 വർഷമായി, അയാൾക്ക് ഈ 10 വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അയാൾക്ക് ഈ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ലോസ് സെപ്പറേറ്റ് അറിയണം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷത്തിലും അതാത് രാജ്യത്തിൽ നമ്മൾ ഓരോ ഇയർലി ടാക്സ് പേയ്മെൻറ്റ് വരും, ടാക്സ് കാൽക്കുലേഷൻ ആൻഡ് ടാക്സ് പേയ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ ഓരോ വർഷത്തെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് വർക്ക് ഓരോ വർഷവും നമ്മൾ ക്ലോസ് ചെയ്യണം. ഓരോ സാമ്പത്തിക വർഷമായിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിന് ഒരു ഇയർ ഓപ്പണിംഗ് ഡേറ്റും അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റും ഉണ്ടാവും. അത് പല രാജ്യത്തും പല കമ്പനികളും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കമ്പനികൾ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കലണ്ടർ ഇയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് സാമ്പത്തിക വർഷം തുടങ്ങുന്നത് 1 ജനുവരി, അവസാനിക്കുന്നത് അതേ വർഷം 31 ഡിസംബർ. ഇപ്പോൾ എക്സാമ്പിൾ ഈ വർഷമാണെങ്കിൽ ഈ വർഷത്തെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് 1 ജനുവരി 2024, അവസാനിക്കുന്നത് 31 മാർച്ച് 2025.
അന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ആ വർഷത്തെ നെറ്റ് റിസൾട്ട് കണ്ടിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേഷനൊക്കെ ചെയ്യേണ്ടി വരും. ചില കമ്പനികൾ ചെയ്യുന്നത് 1 ജൂൺ, സാമ്പത്തിക വർഷം തുടങ്ങുന്നത് 1 ജൂൺ സ്റ്റാർട്ട് ചെയ്യും ഈ വർഷം. അത് അവസാനിക്കുന്നതോ അടുത്ത വർഷം 31 ജൂലൈയിലായിരിക്കും. അങ്ങനെയാണെങ്കിലും 12 മാസം തന്നെയാണ് അതിൽ വരുന്നത്. ചില കമ്പനികൾ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് 1 ഏപ്രിൽ ഈ വർഷം, അത് അവസാനിക്കുന്നത് 31 മാർച്ച് നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ കറണ്ട് ഇയർ ഈ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2024, അത് അവസാനിക്കുന്നത് 31 മാർച്ച് 31 മാർച്ച് 2025. നോക്കാം. അവർ കമ്പനി സ്റ്റാർട്ട് ഡേ ബുക്ക് ഫ്രം ടുഡേ. നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ കമ്പനി ഈ തുടങ്ങിയ ഡേറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ കമ്പനി സ്ഥാപിതമായ ഡേറ്റ് അല്ല, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്ക് ടാലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്ക് ചിലപ്പോൾ നമ്മൾ 2015 തുടങ്ങിയ സ്ഥാപനമായിരിക്കാം. അന്ന് നമ്മുടെ അക്കൗണ്ട്സ് വർക്ക് നമ്മൾ മാനുവലായിട്ട് അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് എന്താ, ബുക്സ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്ക് ടാലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, ഡേ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അത് ഇന്നാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് 6 ജൂലൈ 2024. ഓക്കെ അല്ലേ? അപ്പോൾ 6 ജൂലൈ 2024 നമ്മുടെ ഇന്നത്തെ ഡേറ്റ്. അപ്പോൾ നമ്മുടെ ബുക്സ് ബിഗിനിങ് 6 ജൂലൈ 2024 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സാമ്പത്തിക വർഷത്തിലാണ് വരുന്നത്? 2024-25 അല്ലേ? 1 ഏപ്രിൽ 2000, 1 ഏപ്രിൽ 2024 ടു 31 മാർച്ച് 2025. 1 ഏപ്രിൽ 2024 ടു 31 മാർച്ച് 2025. ആ ഫൈനാൻഷ്യൽ ഇയർ മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം കൊടുത്താൽ മതി. 1 ഏപ്രിൽ 2024 കൊടുത്താൽ മതി. ടാലി അതിൻ്റെ ക്ലോസിങ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തോളും 31 മാർച്ച്. മറ്റൊരു കമ്പനി ഞാൻ പറയാം. മറ്റൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരെ അക്കൗണ്ട്സ് വർക്ക് ടാലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ജനുവരി 2024. ഈ വർഷം 2 ജനുവരി 2024 ഈ കമ്പനി അവരെ അക്കൗണ്ട്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അതിൻ്റെ സാമ്പത്തിക വർഷം തുടങ്ങിയ ഡേറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത് കിട്ടുന്നുണ്ടോ? അതിൻ്റെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്നായിരിക്കും? ഞാൻ പറയും 1 ഏപ്രിൽ 2023 എന്ന് പറയും. 2023 എന്ന് പറയും, 24 വരില്ല. ഇവിടെ നോക്ക്, രണ്ട് കമ്പനിയുടെയും ബുക്സ് ബിഗിനിങ് 2024 അല്ലേ? ഇതും 24, ഇതും 24. പക്ഷേ രണ്ട് കമ്പനിയുടെയും ഫിനാൻഷ്യൽ ഇയർ വ്യത്യാസമുണ്ട്. ഒന്ന് 1 ഏപ്രിൽ 24 വന്നു, 1 ഏപ്രിൽ 23 വന്നു. അതെന്താ അങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം നോക്കാം. ഇതിന് 2 റൂളാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു ഷോർട്ട് കീ ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. ഇഫ് ബുക്സ് ബിഗിനിങ് ഫ്രം, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്സ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഡേറ്റ് ബുക്സ് ബിഗിനിങ്. ഈ ബുക്സ് ബിഗിനിങ്ങിൻ്റെ മന്ത് ഏപ്രിൽ ടു ഡിസംബർ ആണോ നോക്കുക. ബുക്സ് ബിഗിനിങ്ങിൻ്റെ മന്ത് ഏപ്രിൽ ടു ഡിസംബർ ആണോ നോക്കുക. അതായത് ഏപ്രിൽ മെയ്, നമ്മുടെ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ്, കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഏതെങ്കിലും മാസമാണെങ്കിൽ അവിടെ എന്താ പറയുന്ന റൂള്? ദ ഫിനാൻഷ്യൽ ഇയർ. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ഇയർ ഏപ്രിൽ 1. അതേ വർഷം ഏപ്രിൽ 1 ആയിരിക്കും. ഒരു കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് ഏപ്രിൽ ടു ഡിസംബറിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും മാസമാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിലായിരിക്കും. അതേ വർഷം ഏപ്രിൽ 1. ശരിയല്ലേ? ഈ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് ജൂലൈ ആണ്, ഏപ്രിൽ ടു ഡിസംബറിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ 2024 ഏപ്രിൽ 1 തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. സെക്കൻഡ് റൂള്, ഇഫ് ബുക്സ് ബിഗിനിങ് സ്റ്റാർട്ട് ഓൺ ജനുവരി ടു മാർച്ച്. ഒരു കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ജനുവരി മുതൽ കലണ്ടർ മാറുമല്ലോ.
അങ്ങനെയാണെങ്കിൽ ദ ഫൈനാൻഷ്യൽ ഇയർ ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം പ്രീവിയസ് ഇയർ April 1. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ സാമ്പത്തിക വർഷം തുടങ്ങുക മുന്നത്തെ വർഷം April 1. അതായത് ഒരു കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ടുണ്ടാവുക മുന്നത്തെ കൊല്ലം April 1. മുന്നത്തെ കൊല്ലം April 1. ഇവിടെ നോക്കുക, ഇത് ഈ രണ്ടാമത്തെ കേസ് കണ്ടോ, ഈ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് ജനുവരിയാണ്, ജനുവരി 2024. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ മുന്നത്തെ കൊല്ലം 2023 April 1 ആയിരിക്കും. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് April 1, അത് മാറ്റില്ല. അതിൻ്റെ ഇയർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ മെത്തേഡ് വെച്ച് ഒന്നുകൂടി പറയാം, കമ്പനിയുടെ ബുക്സ് ബിഗിനിങ്ങിൻ്റെ മന്ത് അത് April to December ആണെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക അതേ വർഷം April 1 ആയിരിക്കും. കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് മന്ത് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക മുന്നത്തെ കൊല്ലം April 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരിക കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് ഡേറ്റ് തരും കണ്ടോ, കമ്പനിയുടെ ബുക്സ് ബിഗിനിങ്. ഇപ്പോൾ ഈ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് 10 ജൂൺ 2024 ആണ് വിചാരിക്കുക. ഈ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് 10 ഫെബ്രുവരി 2024 ആണ് വിചാരിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇയർ ഫ്രം എന്നായിരിക്കും ഏതായിരിക്കും വരിക? ജൂണാണ് അല്ല, എന്താ റൂള് പറഞ്ഞത്? April to December ആണെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ ഫസ്റ്റ് April സെയിം ഇയർ അതേ വർഷം എന്നല്ല ഞാൻ പറഞ്ഞത്, 2024. രണ്ടാമത്തെ കമ്പനി ഓക്കെ അല്ലേ? രണ്ടാമത്തെ കമ്പനി നോക്കുക. ഈ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ഫെബ്രുവരി 2024. അതിൻ്റെ റൂൾ എന്താ? കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസങ്ങളിലാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക മുന്നത്തെ വർഷം April 1 ആയിരിക്കും. ഫസ്റ്റ് April 2024. ഓക്കെ അല്ലേ? ആണോ? നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് എന്ന് അവിടെ നോക്കട്ടെ ഞാൻ. നമ്മുടെ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, നമ്മുടെ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് ഇന്നത്തെ ഡേറ്റ് ആണ് 6 ജൂലൈ 2024 അല്ലേ? അപ്പോൾ അതിൻ്റെ ബുക്സ് ബിഗിനിങ് അത് സെയിം, അത് കോപ്പി ചെയ്താൽ മതി. ബുക്സ് ബിഗിനിങ് സെയിം ഡേറ്റ് ആണ്. വെൻ ബുക്സ് ബിഗിനിങ് 6 ജൂലൈ ആദ്യം ഫൈനാൻഷ്യൽ ഇയർ ആണ് ഇതുണ്ട്. ഈ കമ്പനിയുടെ ബുക്സ് ബിഗിനിങ് 6 ജൂലൈ 2024 അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക അതേ വർഷം 1 ഏപ്രിൽ സെയിം ഇയർ അല്ലേ, 1 ഏപ്രിൽ 2024. ബുക്സ് ബിഗിനിങ് 6/7/24 ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2024. എന്നാൽ കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 6 ജൂലൈ 2024. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് എൻ്റർ ചെയ്തിട്ട് നേരെ കമ്പനി സേവ് ചെയ്യാം. ഒന്നെങ്കിൽ Ctrl+A ക്വിക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്പനി സേവായി കണ്ടോ, കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമ്മുടെ കമ്പനി ക്രിയേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്ക്രീനാണ് കമ്പനി ഫീച്ചേഴ്സ്. നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമായ എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനും ആവശ്യമില്ലാത്തത് ഡീആക്ടിവേറ്റ് ചെയ്യാനുമുള്ള സ്ക്രീനാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം, സെപ്പറേറ്റ് ടോപ്പിക് ഉണ്ട്, കമ്പനി ഫീച്ചേഴ്സ് ആൻഡ് ടാലി കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ തൽക്കാലം അത് നോക്കണ്ട. കേട്ടോ, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ Ctrl+A അടിക്കുകയോ ചെയ്യാം. അങ്ങനെ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയി. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് എന്തൊക്കെ ടോപ്പിക് അതിൽ നോക്കണ്ടേ? കമ്പനി ക്രിയേഷൻ കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് കമ്പനി ക്രിയേറ്റ് ആയി, അടുത്തത് സെലക്ട് കമ്പനി അല്ലേ? എങ്ങനെയാണ് കമ്പനി സെലക്ട് ചെയ്യുക? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ടാലി ഒന്ന് ക്ലോസ് ചെയ്തു, ഓക്കെ അല്ലേ? വീണ്ടും സ്റ്റാർട്ട് മെനു അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ടാലി പ്രൈം ഓപ്പൺ ആക്കുക. ടാലി ഓപ്പൺ ആക്കി. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പനി ക്രിയേറ്റ് ചെയ്തു, ഇനി നാളെ വന്നിട്ട് ടാലി ഓപ്പൺ ചെയ്തു അല്ലേ? നാളെ വന്നിട്ട് ടാലി ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ നമ്മുടെ കമ്പനി ഏതാണ്? അക്കൗണ്ട്സ് ക്യാമ്പസ്. ജസ്റ്റ് അക്കൗണ്ട്സ് അടിച്ചാൽ മതി. നമ്മുടെ അക്കൗണ്ട്സ് ക്യാമ്പസ് ഇതാണ് നമ്മുടെ കമ്പനി. അക്കൗണ്ട്സ് ക്യാമ്പസ്, രണ്ടാമത്തെ അക്കൗണ്ട്സ് ക്യാമ്പസ്. അതിൽ എൻ്റർ അടിച്ചു, നമ്മളെ കമ്പനി ഓപ്പണായി വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഈ സ്ക്രീൻ. നമ്മുടെ കമ്പനി ഓപ്പണായി വന്നാൽ ആദ്യം വരുന്ന സ്ക്രീനാണ് ഗേറ്റ് വേ ഓഫ് ടാലി, നമ്മുടെ കമ്പനിയുടെ ഹോം പേജ്. ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആദ്യം
കമ്പനി ലിസ്റ്റാണ് ചോദിക്കുക. അതിൽ നമ്മുടെ കമ്പനി ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി അതിൽ നമ്മുടെ അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനി ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് സ്ക്രീനാണ് ഈ കാണുന്നത്, ഗേറ്റ് വേ ഓഫ് ടാലി. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്തു, സെലക്ട് ചെയ്തു. ഇനി ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി ചില കേസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഉദ്ദേശം ഇത്രയാണ്: നമ്മുടെ ഒരു കമ്പനിത്തെ ഡാറ്റകൾ, മാസ്റ്റേഴ്സ്, ലെഡ്ജർ, സ്റ്റോക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വേറൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ, അല്ലെങ്കിൽ വേറൊരു കമ്പനിത്തെ ലെഡ്ജർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ട്രാൻസാക്ഷൻ നമ്മുടെ കമ്പനിയിലേക്ക് കോപ്പി ചെയ്യാനൊക്കെ പറ്റും ടാലിയിൽ. അതിനുവേണ്ടി ചിലപ്പോൾ ഒരേ സമയം 2 കമ്പനികൾ ഓപ്പൺ ആക്കേണ്ടി വരും, ഫ്രം ആൻഡ് ടു കമ്പനി. അല്ലെങ്കിൽ നമുക്കൊരു കമ്പനിയുടെ റിപ്പോർട്ട് മറ്റൊരു കമ്പനിയുടെ റിപ്പോർട്ടായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ, ഓക്കെ അല്ലേ, അപ്പോഴും ഒന്നിൽ കൂടുതൽ കമ്പനികൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മുടെ ഫസ്റ്റ് കമ്പനി ലിസ്റ്റ് മെനു വരണം, കമ്പനി മെനു വരണം. കമ്പനി മെനു നമ്മൾ ടാലി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആദ്യം വന്ന സ്ക്രീനില്ലേ, സെലക്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി, ആ മെനു വരണം. അത് ഇവിടെ കാണുന്നില്ല. അത് കാണണമെങ്കിൽ നമ്മുടെ ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ കമ്പനി എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇവിടെ കെ എന്നുള്ളതിൻ്റെ താഴെ ഒരു ലൈൻ ഉണ്ട്, ഒരു ലെറ്ററിൻ്റെ താഴെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് ഓൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് അടിച്ചാൽ മതി. കണ്ടോ, ഒരു ലൈൻ ഉണ്ട്. 2 ലൈൻ ഉണ്ടെങ്കിൽ കീബോർഡിന്മേൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് അടിച്ചാൽ മതി. ഓക്കെ അല്ലേ, ഓൾട്ട് കെ. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഓൾട്ട് കെ എന്ന് അടിച്ചു. ഉണ്ടോ, ആ മെനു വന്നു, കമ്പനി സെറ്റിങ്സ് മെനു വന്നു. ഓക്കെ അല്ലേ, അതിൽ ക്രിയേറ്റ് കമ്പനി ഉണ്ട്, ഓൾട്ടർ കമ്പനി ഉണ്ട്, ചേഞ്ച്, സെലക്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കത് വേണ്ടത് സെലക്ട് എന്ന കമ്പനിയാണ്. മറ്റൊരു കമ്പനി വീണ്ടും സെലക്ട് ചെയ്യാനല്ലേ. ഒന്നെങ്കിൽ സെലക്റ്റിൽ വരിക, സെലക്ട്. പക്ഷെ അതിന് മറ്റൊരു കോഡ് ഷോർട്ട് കീ പറയുന്നുണ്ട്, ഓൾട്ട് F3. ഇതൊന്ന് ഓർത്ത് വെക്കുക, ഓൾട്ട് F3 കണ്ടോ. ഒന്നെങ്കിൽ കമ്പനി എന്ന മെനുവിൽ വന്നിട്ട് സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത്? രണ്ടാമത് ഞാനിവിടെ നമ്മുടെ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത കമ്പനികളുണ്ട്. മറ്റൊരു കമ്പനി ഉണ്ട്, ഫാസ്റ്റ് ട്രാക്ക്, അതൊന്ന് മൈഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ആ കമ്പനി എടുത്തു. ഓക്കെ, ഇപ്പോൾ നോക്ക്, ഈ ലിസ്റ്റിൽ എത്ര കമ്പനി ഉണ്ട്? അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുണ്ട്, അതേമാതിരി മുക്താർ എന്ന് പറയുന്ന മറ്റാളുടെ കമ്പനിയുണ്ട്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ ആക്റ്റീവായി നിൽക്കുന്ന ഏത് കമ്പനിയാണ്? മുക്താറിൻ്റെ കമ്പനിയാണ്. മുക്താർ, അതായത് നമ്മളിതിൽ എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും അത് മുക്താറിൻ്റെ കമ്പനിയിലേക്കാണ് സേവ് ആവുക അല്ലേ. ഇനി ഓക്കെ അല്ലേ, മുക്താറിൻ്റെ കമ്പനിയിലേക്കാണ് സേവ് ആവുക. ഓക്കെ അല്ലേ, കേട്ടോ. ഇനി മൂന്നാമത് മറ്റൊരു കമ്പനി എടുക്കണമെങ്കിൽ ഈ കമ്പനിയുടെ മെനുവിൽ സെലക്റ്റിൽ അല്ലേ, സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഓൾട്ട് F3 എന്ന് കണ്ടോ അവിടെ. അപ്പോൾ കീബോർഡിന്മേൽ ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് F3 എന്ന് അടിച്ചാൽ മതി. ഞാൻ വീണ്ടും മറ്റൊരു കമ്പനിയും കൂടി എടുക്കാൻ പോവുകയാണ്, പ്രോടെക് സൽമാൻ ഫാരിസ്. അത് പഴയതാണ്. ഒരു പ്രവീണ ഫാസ്റ്റ് ട്രാക്ക്, അതെടുത്ത് ആ കമ്പനി എടുത്തു. അതൊന്ന് മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി മുമ്പത്തെ വേർഷനിൽ ചെയ്തതാണ്, ഇത് ടാലി പുതിയ വേർഷനാണ്. അതിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റം കണ്ടോ. അപ്ഗ്രേഡ് ചെയ്യാം, മൈഗ്രേറ്റ് ചെയ്യാം. എസ്കേപ്പ്. ഇപ്പോൾ ലിസ്റ്റിൽ 3 കമ്പനി ഉണ്ട്. ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത് പ്രവീണ എന്ന് പറയുന്ന ആളെ കമ്പനിയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ കമ്പനികൾ സെലക്ട് ചെയ്യുക. ഓൾട്ട് F3 അടിച്ചാൽ മതി കേട്ടോ, ഓൾട്ട് F3. ഓക്കെ അല്ലേ. ഇനി ഈ കമ്പനികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്താലും പ്രവീണ എന്ന് പറയുന്ന ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന കമ്പനിയിലേക്കാണ് സേവ് ആവുന്നത്. അത് നമുക്ക് അക്കൗണ്ട്സ് ക്യാമ്പസിൻ്റെ ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനിയുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ അതാണ് ആക്റ്റീവായി നിൽക്കുന്നത്. മുക്താറുമ്പോൾ ക്ലിക്ക് ചെയ്താൽ അതാണ് ആക്റ്റീവ് ആക്കുന്നത്. പ്രവീണ ക്ലിക്ക് ചെയ്താൽ പ്രവീണേൻ്റെ കമ്പനിയാണ് ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത്. അതല്ലെങ്കിൽ കമ്പനി എന്ന മെനുവിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ, ചേഞ്ച് F3 കണ്ടോ, ജസ്റ്റ് F3 അടിച്ചു. ഇതാണ് ചേഞ്ച് കമ്പനി F3. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ അക്കൗണ്ട്സ് ക്യാമ്പസ് എടുത്താൽ ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന അക്കൗണ്ട്സ് ക്യാമ്പസ്, വീണ്ടും F3 അടിച്ചു. അപ്പോൾ അതിൽ മുക്താർ എടുത്തു, ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന മുക്താർ. അപ്പോൾ ഈ സെലക്ട് കമ്പനിയും ചേഞ്ച് കമ്പനിയും ഡിഫറൻസ് ഉണ്ട്. സെലക്ട് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത മൊത്തം കമ്പനികളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു 3 കമ്പനി സെലക്ട് ചെയ്തു. ചേഞ്ച് കമ്പനി എന്ന് പറഞ്ഞാലോ, ഈ സെലക്ട് ചെയ്ത കമ്പനികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക, സ്വിച്ച് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത 3 കമ്പനികളിൽ ഏതാണോ ആക്റ്റീവായി നിൽക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതാണ് ചേഞ്ച് കമ്പനി. ക്ലിയർ ആയല്ലോ കേട്ടോ. അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞു? കമ്പനി ക്രിയേഷൻ കഴിഞ്ഞു, സെലക്ട് കമ്പനി കഴിഞ്ഞു, സെലക്ട് മൾട്ടിപ്പിൾ കമ്പനി കഴിഞ്ഞു. ഓക്കെ അല്ലേ. അടുത്തത് ക്ലോസ് കമ്പനി വിത്തൗട്ട് ക്ലോസിങ് ടാലി. അപ്പോൾ നമുക്ക് നമ്മുടേതല്ലാത്ത ഈ ബാക്കി 2 കമ്പനി,
അക്കൗണ്ട്സ് ക്യാമ്പസാണ് നമ്മുടെ കമ്പനി. നമ്മുടേതല്ലാത്ത മുക്താർ അല്ലെങ്കിൽ പ്രവീണ, ഈ 2 കമ്പനി വേണ്ട, അത് ക്ലോസ് ചെയ്യണം. എല്ലാവരും കമ്പനി ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് ഓടിപ്പോയി നേരെ ടാലിയാണ് ക്ലോസ് ചെയ്യും ഇവിടെ. അപ്പോൾ ടാലി ക്ലോസ് ചെയ്യാതെ നമ്മുടെ കമ്പനി മാത്രം ക്ലോസ് ചെയ്യുക. അതിനാണ് ഷട്ട് കമ്പനി. ഈ കമ്പനി എന്ന മെനുവിൽ ഒന്നെങ്കിൽ ഷട്ടിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷട്ടിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓക്കെ, ഒന്നെങ്കിൽ Alt K അടിച്ചു, കമ്പനി മെനു വന്നു, അതിൽ ഷട്ട് അല്ലേ, ഷട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഷട്ടിന് Ctrl F3 ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് കമ്പനിയാണ് ഒഴിവാക്കേണ്ടത്? മുക്താർ. കണ്ടോ ഇവിടെ ഇപ്പോൾ 3 കമ്പനി ഉണ്ടല്ലോ ഇവിടെ, ഇതിൽ മുക്താറിൽ എൻ്റർ അടിച്ചു കേട്ടോ. ഇപ്പോൾ 2 കമ്പനിയായി ചുരുങ്ങി. മുക്താർ എന്ന കമ്പനി ഷട്ടായിപ്പോയി, ഡിലീറ്റ് ആയിട്ട് പോയിട്ടില്ല, ക്ലോസ് ചെയ്ത് പോയി. അപ്പോൾ Ctrl F3, ഇനി കമ്പനി മെനുവിൽ വരേണ്ട ആവശ്യമില്ല, അങ്ങനെ Alt K അടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കോഡിൻ്റെ Ctrl F3. ഇങ്ങനെയും ചെയ്യാം, Ctrl + F3. ഇനി ഏതോ ഒഴിവാക്കേണ്ടത്? പ്രവീണ എന്ന കമ്പനി ഒഴിവാക്കുക. അതിലും എൻ്റർ അടിച്ചു, അതും പോയി. ഓക്കെ അല്ലേ, അതും പോയി. അപ്പോൾ ഇങ്ങനെയാണ് കമ്പനികൾ ക്ലോസ് ചെയ്യൽ. ഇങ്ങനെയാണ് കമ്പനികൾ ക്ലോസ് ചെയ്യൽ. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്തത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി എന്തെങ്കിലും കേസിൽ അതിന് ഓൾട്ടർ ചെയ്യേണ്ടി വരാം. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ അഡ്രസ്സ് ഫിനാൻഷ്യൽ ഇയർ കൊടുത്തു, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾട്ടർ ചെയ്യണം അല്ലേ, അത് ഓൾട്ടർ ചെയ്യണം. അതായത് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ കൊടുത്ത ഇൻഫർമേഷൻ അല്ലേ, ഇത് ചില കേസിൽ ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഒന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾട്ടർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സ് ഒരു ബിൽഡിങ്ങിൽ നിന്ന് വേറെ ബിൽഡിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് മാറും. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത അഡ്രസ്സായിരിക്കും കസ്റ്റമർക്ക് സെയിൽ ബില്ല് അടിക്കുമ്പോൾ ആ ബില്ലിലൊക്കെ പ്രിൻ്റ് വരിക. അപ്പോൾ കമ്പനി ബിൽഡിങ് മാറുമ്പോൾ അഡ്രസ്സ് മാറണമല്ലോ സ്വാഭാവികമായിട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചേഞ്ച് വരുത്താനാണ് കമ്പനി ഓൾട്ടറേഷൻ. ഇനി എങ്ങനെയാണ് ഒരു കമ്പനിയെ ഓൾട്ടർ ചെയ്യുക? Alt K, കമ്പനിയിൽ മെനു വന്നു, അതിൽ ഓൾട്ടർ കൊടുത്തു അല്ലേ, എൻ്റർ അടിച്ച് വരണം കേട്ടോ. ഒരു കാരണവശാലും ആരോക്കി അടിക്കരുത്. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ആരോക്കി താഴേക്ക് ഡൗൺ ആരോക്കി അടിച്ചാൽ തെറ്റില്ല, ഇവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്റ്റേറ്റിൽ വന്ന് നോക്ക്, അവിടെ നിന്ന് ആരോക്കി അടിച്ചു കഴിഞ്ഞാൽ കേരള, ഈ വലതുഭാഗത്ത് നോക്കി ലിസ്റ്റാണ് വരുന്നത്. ചില ഫീൽഡിൽ ലിസ്റ്റുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, അപ്പോൾ അത് മാറും. കണ്ടോ, കേരളം മാറുന്നുണ്ടോ. അപ്പോൾ ഒരു കാരണവശാലും ആരോക്കി അടിച്ചു വരരുത്, എപ്പോഴും എൻ്റർ അടിച്ചു വരും കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ വരുത്താം അല്ലേ. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് കൊടുത്തു, www.accountscampus.com. ഇനി എൻ്റർ അടിച്ച് വരേണ്ട ആവശ്യമില്ല, Ctrl പ്രസ് ചെയ്ത് പിടിച്ചോ, എന്നിട്ട് നേരെ എന്നുണ്ട് അടിച്ചോ, കമ്പനി സേവ് ആയി. Ctrl A, ക്വിക്ക് സേവ്. ഓക്കെ അല്ലേ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കമ്പനി ഓൾട്ടർ ചെയ്യുക. ഇനി ഈ അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനി ഇവിടെ വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. മനസ്സിലായോ? അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനി വേണ്ട, നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. എങ്ങനെയാണ് നമ്മുടെ കമ്പനി ഫയൽ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക? നേരെ കമ്പനി എന്ന മെനുവിലേക്ക് വരിക, Alt K, അതിൽ ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇത് തന്നെയല്ലേ തൊട്ട് മുമ്പും ചെയ്തതെന്ന് ചോദിക്കും, മനസ്സിലായോ? ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ അല്ലേ. ഈ ടാലി സോഫ്റ്റ്വെയറിൽ എന്ത് ഡാറ്റയും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓൾട്ടർലേഷനിലേക്ക് വരിക. നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്പനിയെ ഓൾട്ടർ ചെയ്ത സ്ക്രീനിലേക്ക് വരിക. അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം D അല്ലേ, ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കീബോർഡിൽ D, വെറും D അടിക്കുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. എൻ്റർ അടിച്ചാൽ S ആണ് എഫക്റ്റ്, എൻ്റർ അടിച്ചാലും Y അടിച്ചാലും S ആണ് എഫക്റ്റ്, N അടിച്ചാലും എസ്കേപ്പ് അടിച്ചാലും നോ ആണ് എഫക്റ്റ്. എൻ്റർ. ആർ യു ഷുവർ? ഓക്കെ, എൻ്റർ. ഇനി അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനി ഇവിടെ ഉണ്ടാവില്ല, ഇത് പഴയതാ. ഇത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തതല്ല, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ, എന്താ 2023-24 ഇയറാണ്. ഇതല്ല നമ്മുടെ കമ്പനി. ഓക്കെ അല്ലേ, നമ്മളെ കമ്പനി ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ കമ്പനി ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ചെയ്തു? ക്രിയേറ്റ് കമ്പനി, സെലക്ട് മൾട്ടിപ്പിൾ കമ്പനി, ഷട്ട് കമ്പനി ക്ലോസ് ചെയ്യുക, ആൾട്ടർ കമ്പനി, ഡിലീറ്റ് കമ്പനി. ഓക്കെ അല്ലേ കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്,